ഏതൊരു വിദ്യാഭ്യാസത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. കാരണം അത് ഒരു മാർഗമാണ്, ജീവിതത്തിൻ്റെ മാർഗമാണ്. നമ്മുടെ രാജ്യത്തിന് ഈ കളരിപ്പയറ്റ് എന്ന ആയോധന കല വെറും ലക്ഷ്യം മാത്രമല്ല, രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു മാർഗവും കൂടിയായിരുന്നു. തീർച്ചയായും ഇത് നിങ്ങൾക്ക് വീക്ഷിച്ച് അത് എത്ര കണ്ട് അതിൻ്റെ പ്രയത്നങ്ങൾ കഠിനമാണ്, അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും സഹായിക്കുന്ന രീതിയിലാണ് ഈ കളരിപ്പയറ്റ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എത്ര കഠിനമാണ് ഇതിൻ്റെ മുറകൾ, അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ആ 18 വർഷം കളരി പഠിക്കണം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ശക്തി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസുകൾ. തീർച്ചയായും കേരളീയന് എന്ന് മാത്രമല്ല ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു പ്രയത്നമാണ് നമ്മുടെ കളരിപ്പയറ്റ്. നല്ല രീതിയിൽ കളരിപ്പയറ്റിനെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കളരിപ്പയറ്റിൻ്റെ ഒരു മാർഗദീപമായി എന്നും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം. കളരിപ്പയറ്റ് കേരള ചരിത്രം അഥവാ ആയോധനകലയുടെ പിതാവെന്ന ചരിത്രത്തിൽ അവകാശപ്പെടുന്ന നമ്മുടെ കളരിപ്പയറ്റിൻ്റെ എല്ലാ ചുവടുകളും അടവുകളും ഇതാ ഈ ജനതയ്ക്ക് മുന്നിൽ ഗ്രാൻഡ് മാസ്റ്റർ ബുഹാരി സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്നു. കളരിപ്പയറ്റ് കേരളത്തിൻ്റെ തനത് സാംസ്കാരിക മുദ്രകളിലൊന്നാണ് കളരിപ്പയറ്റ്. ആത്മരക്ഷാപരമായ ആയോധന മുറയായിരിക്കെ തന്നെ ഇത് സമഗ്രമായ ഒരു വ്യായാമ പദ്ധതിയും മോഹനമായ ഒരു ദൃശ്യകലയുമാണ്. കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളിൽ പലതിനും കളരിമുറകളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. സുഘടിതമായ സേനാവ്യൂഹം നിലവിലില്ലാതിരുന്ന കാലത്ത് കേരളീയ സമൂഹത്തിൽ കളരി സംഘങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കളരി അഭ്യാസികളുടെ സന്നദ്ധ സംഘങ്ങളായിരുന്നു അക്കാലത്തെ സേനാവ്യൂഹം. വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കഥകൾ ഇവയ്ക്കുള്ള സാധൂകരണങ്ങളാണ്. തച്ചോളി ഒതേനൻ, പാലാട്ട് കോമൻ, തച്ചോളി ചന്തു, ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച തുടങ്ങിയ കളരിപ്പയറ്റ് വിദഗ്ധരെ പറ്റിയുള്ള വീരസാഹസിക കഥകളാണ് വടക്കൻ പാട്ടുകളുടെ ജീവൻ. കളരിപ്പയറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ധനുർവേദത്തിലും ശുക്രനീതി തുടങ്ങിയ ചില പ്രാചീന കൃതികളിലും കളരിപ്പയറ്റുമായി സാദൃശ്യമുള്ള ആയോധന രീതികളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. കേരളോൽപ്പത്തി കളരിപ്പയറ്റിന് ആര്യന്മാരുടെ കാലത്തോളം പഴക്കമുണ്ടെന്ന് വിവരിക്കുന്നു. അതെന്തായാലും യുവാക്കളുടെ ആയോധന പരിശീലനമെന്ന രീതിയിലാണ് ഇതിൻ്റെ ആരംഭം എന്ന കാര്യത്തിൽ സംശയമില്ല. കളരിപ്പയറ്റിലെ വടക്കൻ സമ്പ്രദായം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ശ്രീ ഗിരീഷ് ഗുരുക്കൾ, ബുഹാരി മാസ്റ്റർ, ഷാജഹാൻ മാസ്റ്റർ, ഷാജി, രജീഷ്, അബ്ബാസ് എന്നിവരാണ് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത്. വടക്കൻ സമ്പ്രദായത്തിലെ കളരിപ്പയറ്റിലെ കളരിവന്ദനമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്നത്.
രണ്ടു തരം സമ്പ്രദായങ്ങളാണ് കളരിപ്പയറ്റിലുള്ളത്: വടക്കൻ, തെക്കൻ എന്നിവ. ഇവ രണ്ടിനെയും ഉപജീവിച്ച് രൂപപ്പെട്ട മധ്യകേരള സമ്പ്രദായവും നടപ്പിലുണ്ട്. തെക്കൻ സമ്പ്രദായത്തിന്റെ ആചാര്യനായി അഗസ്ത്യമുനിയെയും വടക്കൻ സമ്പ്രദായത്തിന്റെ ആചാര്യനായി പരശുരാമനെയും പരിഗണിച്ചു പോരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ സമ്പ്രദായമാണ് കൂടുതൽ പ്രാചീനം എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ വടക്കൻ സമ്പ്രദായമാണ് തെക്കനെ അപേക്ഷിച്ച് സങ്കീർണമായത്. അടിത്തടയ്ക്കും ചുവടുകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന തെക്കൻ രീതിയിൽ മെയ്യൊരുക്കവും ഉഴിച്ചിലുമൊന്നും സാധാരണമല്ല. ആയുധാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുന്ന വടക്കൻ സമ്പ്രദായത്തിലാകട്ടെ ഇവ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ്. അടുത്തായി നമുക്ക് കളരിയിലെ നേർക്കാലും തിരിച്ചുകാലും കാണാം. മുന്നോട്ട് കയറി കൈ ഉയർത്തി കാല് വീശി തട്ടിച്ച്, 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 കാല് വീശി തട്ടി തിരിഞ്ഞ്, 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 തൊഴുതമർന്ന് അടുത്തതായി നമുക്ക് കളരിപ്പയറ്റിൽ നിന്ന് വീതുകാലും കോൺകാലും കാണാം. പഴയകാലത്ത് കരകൾ തോറും കളരികൾ ഉണ്ടായിരുന്നു. കരയിലെ ദേവീക്ഷേത്രങ്ങളോട് ചേർന്നോ കളരി ഗുരുക്കന്മാരുടെ വീടുകളോട് ചേർന്നോ ആണ് കളരികൾ സ്ഥാപിക്കുന്നത്. ഓരോ കളരിയും ഓരോ ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിലായിരിക്കും. കളരി ഗുരുക്കന്മാരെ പറവൻ, പണിക്കൻ, കുറുപ്പ്, കുറുപ്പാൾ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. അടുത്തായി നമുക്ക് അകങ്കാലും ഇരുത്തിക്കാലും കാണാം. പണ്ട് മുതലേ പലതരത്തിലുള്ള കളരികൾ നിലവിലുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രചാരത്തിലുണ്ടായിരുന്നതും 42 കളരികളാണ്. ഇതിൽ തന്നെ തറക്കളരികൾ എന്നും കുഴിക്കളരികൾ എന്നും വകഭേദങ്ങളുമുണ്ടായിരുന്നു. കുഴിക്കളരികൾ സവർണർക്കും തറക്കളരികൾ അവർണർക്കുമുള്ളതായിരുന്നു. സവർണ മേധാവിത്വത്തിൻ്റെ കാലത്ത് കീഴ്ജാതിക്കാർ എന്തെല്ലാം പഠിക്കുന്നു എന്ന് വീക്ഷിക്കാൻ വേണ്ടിയാണ് മറയില്ലാത്ത തറക്കളരികൾ കൽപ്പിക്കപ്പെട്ടത്. സാമാന്യമുറകൾ പരിശീലിക്കാനാണ് 42 കളരികൾ. 64 കളരികളാണ് മറ്റൊന്ന്. അംഗം വെട്ടിനുപയോഗിക്കുന്ന ഇവയെയാണ് അംഗക്കളരികൾ എന്ന് വിളിക്കുന്നത്.
അടുത്തതായി നമ്മൾ ഇരുത്തിക്കാലിൽ മലർന്ന് തിരിച്ച് ഇരുത്തിക്കാൽ ചെയ്യുന്നു. ശ്രദ്ധിക്കുക. കളരിയുടെ പരിശീലനം മെയ്വഴക്കത്തിനുള്ള വ്യായാമങ്ങളിൽ തുടങ്ങി വിവിധ ആയുധപ്രയോഗങ്ങളിലൂടെ കടന്ന് സ്വരക്ഷയ്ക്ക് ഉപകരിക്കുന്ന വെറും കൈ സമ്പ്രദായത്തിൽ അവസാനിക്കുന്നതാണ് കളരി പരിശീലനം. ആക്രമിക്കുന്നതിനേക്കാൾ അക്രമം ഒഴിവാക്കുന്നതിനുള്ള മുറകളാണ് അഭ്യസിക്കുന്നത്. കളരി അഭ്യാസം ആരംഭിക്കുന്നതിന് കച്ചകെട്ട് എന്നാണ് പറയുക. കർക്കടക മാസത്തിലാണ് ഇത് നടക്കുക. ശരീരത്തിൽ എണ്ണ തേച്ച് അരയിൽ കച്ചമുറുക്കി കെട്ടിക്കൊണ്ടായിരുന്നു പണ്ടുള്ളവർ കളരി അഭ്യാസവും അംഗം വെട്ടും നടത്തിയിരുന്നത്. അടി, ഇടി മുതലായവയിൽ നിന്ന് വൃഷ്ണത്തെയും നാഭിയെയും രക്ഷിക്കുന്നതിനും വായുബന്ധനം സാധിച്ച് ഉയർന്നു ചാടുന്നതിനുമാണ് കച്ച മുഖ്യമായും സഹായകമാകുന്നത്. ഒരു കളരി അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം കച്ച വളരെ പ്രധാനമാണെന്ന് വടക്കൻ പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനാകും. അംഗച്ചതിക്കിരയായ ആരോമൽ ചേകവർ മരണമടയുന്നത് മുറിവേറ്റ നാഭി കെട്ടിയ കച്ച എല്ലാവരുടെയും സമ്മതം ചോദിച്ച ശേഷം അഴിക്കുന്നതോടെയാണ്. സാധാരണയായി 24 മുഴം നീളമുള്ള കച്ചയാണ് കെട്ടാറ്. ഒരു ചാൺ വീതിയാണ് കച്ചയ്ക്ക് ആവശ്യം. പണ്ടുള്ളവർ കൗബീനം കെട്ടിയ ശേഷമാണ് കച്ച കെട്ടിയിരുന്നത്. ഇന്ന് അതിനു പകരം ലെങ്കോട്ടിയും കച്ചയുമാണ് സൗകര്യം. പക്ഷേ കച്ചകെട്ട് ബുദ്ധിമുട്ടാകയാൽ ഇന്ന് മിക്കവരും ലെങ്കോട്ടിയും ജട്ടിയുമേ ഉപയോഗിക്കുന്നുള്ളൂ. കച്ചകെട്ട് പോലെ തന്നെ പണ്ട് കളരികളിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതാണ് എണ്ണതേപ്പ്. മെയ്വഴക്കത്തിന് മാത്രമല്ല, പല രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനും ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിനും കൂടി ഉദ്ദേശിച്ചാണ് എണ്ണ തേക്കുന്നത്. കളരി അഭ്യാസത്തിൻ്റെ പ്രാരംഭത്തിൽ മെയ്യൊരുക്കത്തിൻ്റെ ഭാഗമായി ശ്വസന വ്യായാമങ്ങളും ചില പ്രത്യേക യോഗാസനങ്ങളും പരിശീലിപ്പിക്കുന്നു. വടക്കൻ സമ്പ്രദായത്തിലെ ഒന്നാമത്തെ മെയ്പ്പേറ്റ് നമുക്കിവിടെ കാണാം. എല്ലാ അഭ്യാസങ്ങളുടെയും അടിസ്ഥാനമാണ് മെയ്പ്പയറ്റ്. മെയ്വഴക്കത്തിനുള്ള അഭ്യാസങ്ങളും ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും പ്രത്യാക്രമണം നടത്തുന്നതിനുമുള്ള പ്രയോഗങ്ങളുമാണ് മെയ്പ്പയറ്റിൽ പരിശീലിക്കുന്നത്. കൈകുത്തിപ്പയറ്റ്, അമർച്ച, തെരുക്കൽ, കാലുയർത്തിപ്പയറ്റ് എന്നിങ്ങനെ മെയ്പ്പയറ്റ് 4 വിധം. തൊഴുതമർന്ന് അമർച്ചയിലെടുത്തുവെച്ച് വലത്തുകൊണ്ട് ചവിട്ടി എന്ന മട്ടിൽ വായ്ത്താരുകൾക്കനുസൃതമായാണ് മെയ്പ്പയറ്റ് അഭ്യസിക്കുന്നത്. അടുത്തതായി നമ്മൾ വടി അഥവാ ചൂരൽ പയറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. കളരി അഭ്യാസത്തിലെ രണ്ടാമത്തെ വിഭാഗമാണ് കോൽത്താരി. വടികൊണ്ടുള്ള പയറ്റാണ് കോൽത്താരി. ഇതും വായ്ത്താരുകൾക്കനുസൃതമായാണ് പയറ്റുന്നത്. വായ്ത്താരിയിലെ ഓരോ നിർദ്ദേശവും വടി ഇന്ന ഭാഗങ്ങളിൽ ഇന്ന രീതിയിൽ പ്രയോഗിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഏകദേശം 12 ചാൺ നീളമുള്ള ഉറപ്പുള്ള ചൂരൽ വടിയാണ് ഇതിനുപയോഗിക്കുന്നത്.
അടുത്തതായി നാം കാണാൻ പോകുന്നത് കുറുവടി അഥവാ മുച്ചാൻ പയറ്റ്. മൂന്നാമത്തെ വിഭാഗമായ അങ്കത്താരി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പോരാട്ടം അഭ്യസിക്കലാണ്. അങ്കത്താരിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മുക്തം, അമുക്തം, മുക്താമുക്തം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന തരത്തിലുള്ള അസ്ത്രങ്ങൾ, ചക്രങ്ങൾ തുടങ്ങിയവയാണ് മുക്തത്തിൽ. കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത വാൾ, കഠാര, കുന്തം, കത്തി തുടങ്ങിയവയാണ് അമുക്തത്തിൽ. കയ്യിൽ നിന്ന് തെറിച്ചുപോയാലും ചരടുകളുടെ സഹായത്തോടെ തിരിച്ചെടുക്കാവുന്ന ചാട്ടുളി പോലുള്ള ആയുധങ്ങളാണ് മുക്താമുക്തം. ഇന്നുള്ള കളരികളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് അമുക്തങ്ങളാണ്. അടുത്തതായി നമുക്ക് മറപിടിച്ച് കുന്തം പയറ്റ് കാണാം. അടുത്തതായി നമുക്ക് കളരിപ്പയറ്റിലെ വെറും കൈ സമ്പ്രദായം കാണാം. കളരിപ്പയറ്റിലെ അവസാനത്തേതും സുപ്രധാനവുമായ വിഭാഗമാണ് വെറും കൈ. വെറും കൈ മുറകളിലൂടെ നിരായുധനായി ശത്രുവിനെ നേരിടാനുള്ള കഴിവാണ് സ്വായത്തമാക്കുന്നത്. എതിരാളിയുടെ ആക്രമണങ്ങളെ തടുക്കുന്ന അടവുകൾ, തടയാൻ പറ്റാത്ത ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന തട്ടിമാറ്റം, ചുവടുമാറ്റം, നിരങ്ങിമാറ്റം തുടങ്ങിയ മാറ്റങ്ങൾ, സന്ദർഭാനുസരണം ശത്രുവിൻ്റെ ചുമലിലോ പുറത്തോ ഇടുപ്പിലോ കയറ്റി എറിയുന്ന മുറകളായ ഏറുകൾ, ഒരു കൈ മാത്രം ഉപയോഗിച്ച് ശത്രുവിന് വേദന ഉളവാക്കുന്ന വിധത്തിൽ പിടുത്തമിടുന്ന പിടികൾ, രണ്ട് കൈയും കൊണ്ട് പ്രതിയോഗിയെ അനങ്ങാൻ പറ്റാത്ത വിധം ബന്ധിക്കുന്ന പൂട്ട്, വിവിധ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള ഇടികൾ, എതിരാളിയെ തട്ടിവീഴ്ത്തുകയോ തട്ടിത്തെറിപ്പിക്കുകയോ ചെയ്യുന്ന തട്ടുകൾ, മർമ്മസ്ഥാനങ്ങളിൽ ആഘാതമേൽപ്പിക്കുന്ന മർമ്മക്കൈകൾ തുടങ്ങിയവയാണ് വെറും കൈ വിഭാഗത്തിലെ പ്രധാന പ്രയോഗങ്ങൾ.
ചൈനീസ് കുങ്ഫു ബൈ ബുഹാരി ഒന്നാം ഭാഗം, കുങ്ഫു ബൈ ബുഹാരി റീലോഡഡ് രണ്ടാം ഭാഗവും കേരള കളരിപ്പയറ്റ് എന്ന സീഡികളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീഡിയോ CD ഷോപ്പുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ലഭ്യമാണ്. ഈ സീഡികൾ വാങ്ങിക്കുമ്പോൾ കുങ്ഫു സ്റ്റേജ് പ്രോഗ്രാം കാണാനുള്ള പാസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കൂടാതെ ആ പാസുകൾ കൈവശമുള്ളവർക്ക് ഞങ്ങളുടെ എല്ലാ ജില്ലയിലും നടത്തുന്ന ക്യാമ്പുകളിൽ പ്രത്യേകം ഇളവുകളും നൽകുന്നു. പഞ്ചിങ് സീലും സീരിയൽ നമ്പറും ഉറപ്പുവരുത്തിയതിനു ശേഷം വാങ്ങുക. ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള കുങ്ഫു സിലബസ് സിഡിയും സ്വയം രക്ഷയ്ക്ക് 20 ടെക്നിക്കുകൾ അടങ്ങിയ സെൽഫ് ഡിഫൻസ് അഥവാ സ്വയം പ്രതിരോധ മാർഗങ്ങളും അടങ്ങിയ സിഡിയും, തായ്ചി അഥവാ തായ്ചി ചുവാൻ എന്ന ചൈനീസ് യോഗ സിഡിയും, ഒപ്പം 21 അസുഖങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് ചികിത്സിക്കാവുന്ന എക്സസൈസ് അടങ്ങിയതുമായ ഈ 4 സിഡികൾ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി മാത്രമാണ് ലഭിക്കുക. കൂടാതെ ഞങ്ങളുടെ തെരഞ്ഞെടുത്ത ജില്ലകളിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയും ഈ പാക്കേജ് സിഡികളായ 4 സിഡികളും ലഭിക്കുന്നു. നമ്മളിവിടെ കുങ്ഫു എന്ന ആയോധന കല എക്സസൈസ് ബേസിക് മുതൽ അതിന്റെ അഡ്വാൻസ് ഫോം വരെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. ശ്വാസം താഴേക്ക്, മുന്നിലേക്കാണ് നമ്മൾ ശ്വാസത്തെ വിടാൻ പോകുന്നത്. കാലിന്റെ പുറംഭാഗം മാക്സിമം മുകളിലേക്ക് കൊണ്ടുവരികയും ഒരു കസേരയിൽ ഇരുന്ന അനുഭൂതിയിൽ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 3 വിരലുകളാണ് നമ്മൾ ഗ്രൗണ്ടിൽ വെക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഫുൾ ബാലൻസും പവറും നമ്മൾ കൊണ്ടുവരികയാണ്. അല്പം ബെൻഡിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ മുട്ടിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. തായ്ചി എന്ന ചൈനീസ് യോഗ അത്യന്തം ഉത്സാഹത്തോടെയും നവോന്മേഷത്തോടെയും ജീവിക്കാൻ സഹായകരമാക്കുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഷ്ഠിക്കുന്ന വെറും വ്യായാമമുറകളിൽ തായ്ചി തന്നെയാണ് ഒന്നാമൻ.
21 അസുഖങ്ങൾക്ക് കുങ്ഫു വ്യായാമത്തിലൂടെ പരിഹാരം. സൗന്ദര്യത്തിന്, കായിക താരങ്ങൾക്ക്, ആസ്മ രോഗത്തിന്, പ്രമേഹത്തിന്, അമിതവണ്ണം കുറയ്ക്കാൻ, കുടവയർ കുറയ്ക്കാൻ, നടുവേദനയ്ക്ക്, ഉറക്കക്കുറവിന്, വാതത്തിന്, ആർത്തവ ക്രമക്കേടുകൾക്ക്, കോപം വരാതിരിക്കാൻ, ഉന്മേഷക്കുറവ് മാറ്റാൻ, ഉയരക്കുറവിന്, ഹൃദ്രോഗം വരാതിരിക്കാൻ, ശ്വാസകോശ രോഗം മാറുവാൻ, വൃക്കകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ, ഗ്യാസ് ട്രബിൾ വരാതിരിക്കാൻ, തലവേദന കുറയുവാൻ, നട്ടെല്ലിന്റെ അസുഖം മാറ്റുവാൻ, പാൻക്രിയാസിന്റെ ക്ഷമതയ്ക്ക്, മൂത്രാശയക്കല്ല് മാറുവാൻ. ആരോഗ്യമാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതുതലം കണ്ടെത്തുകയാണ് ഈ CD-യിലൂടെ ചെയ്യുന്നത്. കുങ്ഫുവിന്റെ ബാലപാഠങ്ങളും ചരിത്ര പ്രാധാന്യവുമായി ഒരു ഹ്രസ്വചിത്രം ഒരുങ്ങിയിരിക്കുന്നു. മിസ്റ്റർ ബുഹാരിയോടൊപ്പം നമ്മൾ ഷാജഹാനെയും പരിചയപ്പെടുകയാണ്. ഇത് എത്ര വർഷം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും? അല്പം കഴിവുകൾ ശരീരത്തിനുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരു മാസം മുതൽ ഒരു വർഷം വരെയാണ് ടൈം. So today's episode is going to be all about Kung Fu. അപ്പം I'm working towards Kung Fu Masters തന്നെ. ഈ CD കടകളിൽ ലഭ്യമല്ല. ഞങ്ങളുടെ കുങ്ഫു സ്വയംരക്ഷ മർമ്മപ്രയോഗ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഞങ്ങളുടെ TV ഷോ കളക്ഷൻ എന്ന CD തികച്ചും സൗജന്യം. ഈ CD കടകളിൽ ലഭ്യമല്ല. ഇവിടെ ദിനവുമുള്ള തൻ്റെ ജീവിത അച്ചടക്കത്തിൻ്റെ മാതൃക നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബുഹാരി. ഒരുപാട് മദ്യവും മയക്കുമരുന്നും മുഖേന അസുഖങ്ങളും ഇതൊക്കെ ബാധിച്ച് ഒരുപാട് സാമ്പത്തിക നഷ്ടവും അക്രമങ്ങളും മനുഷ്യനെ ഒരു മൃഗമാക്കി മാറ്റുന്ന സാധനമാണ്. അതിനെ നിർത്തലാക്കാനും അതിനെ പിന്നിലേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു നിരന്തരമായൊരു പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് കളരിയിലെ നമ്മെ എപ്പോഴും ആകർഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാളും പരിചയം വെച്ച് വാൾപ്പയറ്റ് കാണാം.
അടുത്തതായി നമുക്ക് ഇവിടെ കളരിപ്പയറ്റിലെ വടിവീശൽ കാണാം. ചൂരൽ പ്രയോഗം ഒന്നിലധികം ആളുകൾ ആക്രമിക്കാൻ വന്നാൽ അവരെ തടുക്കാനും അവരെ വിരട്ടി ഓടിക്കാനും ഉപയോഗിച്ചിരുന്നതാണ്. 6 അടി മുതൽ 12 അടി നീളമുള്ള ചൂരലുകൾ ഉപയോഗിച്ചു വന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ചൂരലിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ 2 ചൂരലുകൾ വീശിക്കൊണ്ട് മഴത്തുള്ളികളെ വരെ തടുക്കാൻ കഴിയും എന്നാണ് പഴയ ഗുരുക്കന്മാർ പറയുന്നത്. അടുത്തതായി നമുക്ക് 2 വടി കൊണ്ടുള്ള വീശൽ കാണാം. അടുത്തതായി കളരിപ്പയറ്റിലെ അന്ന എന്ന വീശൽ പ്രയോഗമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് കളരിപ്പയറ്റിലെ കടാരപ്പയറ്റ് നമുക്ക് കാണാം.
അടുത്തതായി നമുക്ക് ഉറുമി വീശൽ കാണാം. കളരിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉറുമി ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ നമുക്ക് കാണാം. ഇരുതലയും മൂർച്ചയുള്ള ഈ ആയുധം ചുഴറ്റി വീശാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന. ചുറ്റുമുള്ള ഒരുപാട് പോരാളികളെ ഒരേ സമയം നേരിടാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഉറുമി. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായ ഒരു ഉപകരണം കൂടിയാണ് ഇത്. ആയുധങ്ങളിൽ കളരിപ്പയറ്റിൽ അവസാനവും പഠിപ്പിക്കുന്ന ഒരു ആയുധമാണ് ഉറുമി. ഈ കളരിപ്പയറ്റ് പ്രദർശനം, അതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം, അഭിപ്രായങ്ങളുണ്ടാവാം. തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ കളരിപ്പയറ്റ് എന്ന അഭ്യാസകല വളരെ എളുപ്പമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഒരു ഗുരുമുഖത്തേക്ക് തന്നെ നിങ്ങൾ വരേണ്ടി വരും. നിങ്ങൾക്ക് വളരെ നന്നായി ഇതിനെ പരിശീലിക്കണം. അഥവാ നമ്മുടെ പൈതൃകത്തിൻ്റെ കളരിപ്പയറ്റ്, നമ്മുടെ ആ കൾച്ചർ, നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ആ കളരിപ്പയറ്റ് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് പരിശീലിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. വളരെ കഠിനമായ പ്രയത്നവും വളരെ ആത്മാർത്ഥമായൊരു ഹൃദയമുള്ളവർക്ക് ഈ അഭ്യാസകല അഭ്യസിക്കാനും കൊണ്ടു നടക്കാനും സാധിക്കും. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്നെ നിങ്ങൾ അറിയിക്കണം.